നമസ്കാരം. ആന്ധ്രയിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം. YS രാജശേഖർ റെഡ്ഡിയുടെ മകളും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ YS ശർമിള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. YSRന്റെ മകനെ നേരിടാൻ മകളെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. രക്തത്തെ രക്തം കൊണ്ട് നേരിടുന്ന രാഷ്ട്രീയ ശൈലി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധി MP-യുടെയും സാന്നിധ്യത്തിലാണ് ശർമിള പാർട്ടിയിൽ ചേർന്നത്. ആന്ധ്രയിൽ കോൺഗ്രസിന് പുതിയ ആവേശമായി ശർമിള മാറുമെന്നാണ് വിലയിരുത്തൽ. തെലങ്കാനയിൽ ജയിച്ച ശേഷമാണ് കോൺഗ്രസ് ആന്ധ്രയിൽ ഈ പുതിയ രാഷ്ട്രീയ നീക്കം നടത്തിയത്. തെലങ്കാനയിൽ BRSന്റെ ആധിപത്യം അവസാനിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയിരുന്നു. ആന്ധ്രയിലും സമാന നേട്ടമാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാകും ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് YS ശർമിളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. ആന്ധ്രയിൽ ശർമിള കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായി മാറും എന്ന സൂചനയുമുണ്ട്. YSR തെലങ്കാന പാർട്ടിയുടെ സ്ഥാപക അധ്യക്ഷയായിരുന്നു ശർമിള. ഈ കൊല്ലം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശർമിളയ്ക്ക് കോൺഗ്രസ് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുമെന്നാണ് സൂചന. AICC ജനറൽ സെക്രട്ടറി പദവും രാജ്യസഭാംഗത്വവും അവർക്ക് വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ട്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ വിയോഗവും പിന്നാലെ നടത്തിയ ആന്ധ്ര വിഭജനവും തെലങ്കാനയിലും ആന്ധ്രയിലും കോൺഗ്രസിന് ശക്തമായ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഉണ്ടായത്. YSRന്റെ മകൻ ജഗൻമോഹന്റെ മുഖ്യമന്ത്രി മോഹം ഹൈക്കമാൻഡ് തടഞ്ഞതോടെ അദ്ദേഹം പാർട്ടി വിട്ട് YSR കോൺഗ്രസ് എന്ന പാർട്ടിയുമായി ആന്ധ്രാപ്രദേശ് പിടിച്ചെടുക്കുകയായിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ആന്ധ്രയിൽ തിരിച്ചുവരവാണ് YSRന്റെ മകളിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. YSRന്റെ ഭാര്യയും കോൺഗ്രസിൽ ചേരുമെന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയം. ഏതായാലും ആന്ധ്രയിലെ അടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം YSRന്റെ മക്കൾ തമ്മിലാകാനാണ് സാധ്യത കൽപ്പിക്കുന്നത്. തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയെ മുട്ടുകുത്തിച്ച് കോൺഗ്രസ് അധികാരം പിടിച്ചതിന് പിന്നാലെയാണ് ശർമിള കോൺഗ്രസിൽ ചേരുന്നതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. അതേ ശൈലി തന്നെയാകും ആന്ധ്രയിലും പരീക്ഷിക്കുന്നത്. ശർമിളയ്ക്ക് പുറമെ 10ഓളം YSR കോൺഗ്രസ് പാർട്ടി MLAമാരും മുൻ MLAമാരും കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും സൂചനകളുണ്ട്. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലും വൻ രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2012ലാണ് ശർമിള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി അഴിമതി കേസിൽ അറസ്റ്റിലായപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ശർമിളയും മാതാവ് YS വിജയമ്മയുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച വിജയം നേടി. 2021 സഹോദരനുമായി രാഷ്ട്രീയ ഭിന്നതയുണ്ടെന്ന് ശർമിള വ്യക്തമാക്കി. അതേ വർഷം ജൂലൈയിൽ YSR തെലങ്കാന പാർട്ടി രൂപീകരിച്ച് K. ചന്ദ്രശേഖർ റാവു സർക്കാരിനെതിരെ പ്രചാരണം ആരംഭിക്കുകയായിരുന്നു.